പിന്നീട് രണ്ടാമത് ഓഷ്യനേറിയം സിഡ്നിയിലുണ്ട്, പിന്നെ സിംഗപ്പൂരുണ്ട്, ഒമാനിൽ ഇപ്പോൾ ഒരെണ്ണം തുടങ്ങിയിട്ടുണ്ടെന്നാണ് എന്റെ അറിവ്. ഞാൻ കണ്ടിട്ടില്ല. സിഡ്നിയിലെയും സിംഗപ്പൂരിലെയും ഞാൻ കണ്ടിട്ടുണ്ട്. സിഡ്നിയിലെ ജർമ്മനിയിലുണ്ട്. സിഡ്നിയിലെ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഓർത്ത് എന്നാണ് നമുക്കിത് കാണുന്നത്. കാരണം എന്തറിയാം, ഈ സമുദ്രത്തോടുള്ള നമ്മുടെ ഒരു അഫെക്ഷൻ വർദ്ധിക്കും ഈ ഇതിൽ കൂടെ പോയാൽ, ഇല്ലേ? ശരിയായിട്ടും. കാരണം അതിന്റെ ഒരു ബയോഡൈവേഴ്സിറ്റി നമുക്ക് കാണാൻ പറ്റും. ഞാൻ സിഡ്നിയിൽ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ, ഓഷ്യനേറിയത്തിൽ കൂടി യാത്ര ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ സമുദ്രത്തിലുള്ള ജീവികളെ കുറിച്ച് ഒക്കെ കാണാൻ പറ്റും. ഭയങ്കര രസമായിട്ട് നമ്മുടെ തൊട്ടടുത്ത് കാണാൻ പറ്റും. അപ്പൊ ഞാൻ അന്ന് ചിന്തിച്ചത്, ഈ ദൈവത്തിന്റെ ഒരു ക്രിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇട്ടിരിക്കുന്ന, എന്റെ വൈറ്റാണ്, നിങ്ങളൊക്കെ ഇട്ടിരിക്കുന്ന പല ഡിസൈൻസും അവിടുത്തെ പല ജീവജാലങ്ങൾക്കും ഉണ്ട്. നിങ്ങൾ ഇട്ടിരിക്കുന്ന ചെക്ക് ഷർട്ടിന്റെ ഒക്കെ ഡിസൈനൊക്കെ അവിടെ ഉണ്ട്. നേരത്തെ ദൈവം ഈ ഡിസൈൻസ് ഒക്കെ ഉണ്ടാക്കിയാണ്. എന്നിട്ടാണ് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ ഈ ചുറ്റുപാടുകളിലും കാണുന്ന ബയോഡൈവേഴ്സിറ്റിയുടെ ഒരു 100 മടങ്ങാണ് കടലിനടിയിലുള്ള ജൈവ വൈവിധ്യം എന്ന് പറയുന്നത്. നമ്മളതിനെ പ്രൊട്ടക്ട് ചെയ്യും. ഒരു കാരണവശാലും ആ ബയോഡൈവേഴ്സിറ്റിയെ ഒരു തരത്തിലും ബാധിക്കാത്ത തരത്തിലുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആയിരിക്കും നമ്മുടെ പോർട്ട് സിറ്റിയുടെ ഡെവലപ്മെന്റ്. അത് തൊടാൻ പാടില്ല. അത് നിലനിർത്തില്ല. പിന്നെ കടലില്ല, മത്സ്യസമ്പത്തില്ല, ഒന്നുമില്ല. ആ ഓഷ്യനേറിയം അത് ഞാനീ പറഞ്ഞതുപോലെ സ്ഥലം നമ്മൾ കൊടുക്കാൻ പോവാ. അതാണ് കേരളത്തിന്റെ ഇക്വിറ്റി. അതാണ്. ബാക്കി പൈസ വരും. അതിന്റെ എക്കണോമിക് മോഡൽ ഞാൻ പിന്നെ പറയാം. ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. ദേശം ഇപ്പൊ പുറത്തു വിടുന്നില്ല. അത് വരും. ആ ഓഷ്യനേറിയം ഉണ്ടാവും. കേരളത്തിൽ ആ ഓഷ്യനേറിയം ഉണ്ടാവും. അത് കാണാൻ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും ആളുകൾ വരുന്ന, ഇതെല്ലാം ഈ പോർട്ട് സിറ്റി ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ്. ഈ മ്യൂസിയത്തിന്റെ കാര്യമാണെങ്കിലും, ഓഷ്യനേറിയത്തിന്റെ കാര്യമാണെങ്കിലും, ക്രൂയിസ് ടെർമിനലിന്റെ കാര്യമാണെങ്കിലും, ഷിപ്പ് ബിൽഡിങ്ങിനുള്ള യൂണിറ്റുകൾ, അതുപോലെ നമ്മൾ എയർപോർട്ട് ഹബ്ബ്, അതും പോർട്ടുമായിട്ട് കണക്റ്റീവാണ്. 4 ഇന്റർനാഷണൽ എയർപോർട്ടുകളെ അത് കണക്ട് ചെയ്യാണ്. അതെന്താണ്? ഗ്ലോബൽ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ കൊച്ചിയിൽ അനൗൺസ് ചെയ്തത്. അത് ഞാൻ ചാങ്ങിയിലെ കണ്ടാണ്. അപ്പൊ ചാങ്ങി എയർപോർട്ട് കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ അവിടെ നിന്നുള്ള ആളുകൾ ഇപ്പോൾ വന്നു കഴിഞ്ഞു. നമ്മളൊരു മെസ്സേജ് കൊടുക്കുമ്പോൾ എത്ര പെട്ടെന്നാണ് ലോകത്ത് എല്ലായിടത്തും ആ മെസ്സേജ് എത്തുന്നതെന്ന് എന്നെ അത്ഭുതപ്പെടുത്തി. ചാങ്ങി എയർപോർട്ടിന്റെ പ്രധാനപ്പെട്ട ആളുകൾ കേരളത്തിൽ വന്നു. അവര് ഇവിടെ എയർപോർട്ട് മേഖലയിൽ ഏവിയേഷൻ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു. നമുക്ക് പൈലറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാം, എയർക്രാഫ്റ്റ് മെയിന്റനൻസ് തുടങ്ങാം. പോർട്ടിനെ ഇതുമായിട്ട് നേരത്തെ പറഞ്ഞല്ലോ ഇന്റഗ്രേഷനാണ്. അതായത് പോർട്ട്, എയർപോർട്ട്, റെയിൽവേ, റോഡ്, ഇതിനെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു വലിയൊരു ട്രാൻസ്പോർട്ട് സിസ്റ്റം കൂടി നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. സാധ്യതകളാണ്. ആ വലിയ സാധ്യതകളെ എല്ലാം സംയോജിപ്പിക്കണം. വെയർ ഹൌസുകൾ, ഇവിടെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഒരു കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷന്റെ കാര്യത്തിൽ. ഞങ്ങൾ 24 hours കൊണ്ട് ഇത് സോൾവ് ചെയ്തു. 2 കൊല്ലമായിട്ട് സോൾവ് ആയി കിടക്കാത്ത തീരാത്ത പ്രശ്നം, തർക്കം 2 ഗവൺമെന്റ് ഏജൻസികൾ തമ്മിലാണ്. 24 മണിക്കൂറിനകം തീർക്കണമെന്ന് ഞാനും ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ കൂടി ഞങ്ങൾ തീരുമാനിച്ചു. 24 hours തീരുമാനിച്ചു. അവിടെ കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻ ഒരു ഗവൺമെന്റ് ഏജൻസിയുടെ അവിടെ തുടങ്ങിയാണ്. ഈ പോർട്ടുമായിട്ടുള്ള ഡിസ്കഷൻ, കൊച്ചിൻ ഷിപ്പ് യാർഡായിട്ടുള്ള ചർച്ച, ഷിപ്പ് ബിൽഡിംഗ് യൂണിറ്റ് തുടങ്ങാൻ ടാറ്റ എത്തുകയാണ് കേരളത്തിലേക്ക്. ടാറ്റ ഷിപ്പ് ബിൽഡിംഗ് യൂണിറ്റ് തുടങ്ങാൻ. അത് നമ്മൾ സംസാരിച്ച് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഈ മേഖലയിൽ. വളരെ ശ്രദ്ധിച്ച് അദ്ദേഹം ഈ വിഷ്വലിൽ അവസാനം പറയുന്ന ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. കേരളത്തിന്റെ ഒരു ഇൻട്രസ്റ്റും എല്ലാ ഇൻട്രസ്റ്റും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് മാത്രമേ ഏത് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുള്ളൂ. വളരെ സൂക്ഷ്മതയോടുകൂടി എക്സ്പേർട്ടുകൾ അത് പരിശോധിച്ച് നമ്മുടെ ഒരു ഇൻട്രസ്റ്റിനെയും ബാധിക്കില്ല എന്ന് ഉറപ്പുവരുത്തി വന്നവർക്കൊക്കെ കയറി മേയാനുള്ള സ്ഥലമൊന്നും ഇവിടെ കൊടുക്കൂല. പിന്നെ നമ്മുടെ വരുമാനവും കൂടി ലക്ഷ്യമാക്കി നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കാരണവശാലും ദോഷകരമായി ബാധിക്കാത്ത തലത്തിൽ കൃത്യമായ സ്ക്രൂട്ടിനി നടത്തി, ലീഗൽ സ്ക്രൂട്ടിനി നടത്തി. നമ്മൾ ഇപ്പൊ തന്നെ ഈ കൺസെഷൻ എഗ്രിമെന്റിൽ അന്ന് ഉമ്മൻചാണ്ടി സാർ ആ എഗ്രിമെന്റ് വെച്ചപ്പോൾ അന്ന് ശ്രദ്ധിച്ചതുകൊണ്ടാണ് അവരൊരു ഷെയർ ട്രാൻസ്ഫർ നടക്കുമ്പോൾ പോലും ഗവൺമെന്റിന്റെ പ്രിയോർ അപ്രൂവൽ വേണമെന്നുള്ളൊരു എഗ്രിമെന്റ് പ്രൊവിഷൻ വന്നത്. അപ്പൊ എല്ലാവരും പറഞ്ഞു അത് മോണോപോളി വരും, കോമൺ യൂസർ ഫെസിലിറ്റി ഇല്ലാതാവുന്ന പറഞ്ഞു. നോ, കോമൺ യൂസർ ഫെസിലിറ്റിയെ കൂടി പ്രൊട്ടക്ട് ചെയ്യുന്ന എഗ്രിമെന്റ് ക്ലോസ് ഉണ്ട്. 5(8) ഉണ്ട് അവിടെ. ഒരാൾക്കും മോണോപോളി വരാൻ പറ്റില്ല വിഴിഞ്ഞത്ത്. കാരണം ആ കൺസെഷൻ നമ്മളാണ് ഓണർ. വിഴിഞ്ഞം പോർട്ടിന്റെ ഗവൺമെന്റാണ് ഓണർ. അവര് കൺസെഷണറാണ്, പാർട്ടിയാണ്.
അവർ ചെയ്യട്ടെ, ബിസിനസ് ചെയ്യട്ടെ. ആ ബിസിനസ്സിനുള്ള എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കും. നമ്മളിപ്പോ വന്നതിന് ശേഷം ട്രിവാൻഡ്രം റിംഗ് റോഡിന്, ഔട്ടർ റിംഗ് റോഡിന് കേന്ദ്ര 12,000 കോടി രൂപയുടെ പദ്ധതിയാണ്. സ്ഥലം എടുക്കാൻ വേണ്ടി 3,000-ലധികം കോടി കൊടുക്കണമെന്ന് പറഞ്ഞു. നേരത്തെ 1,600 പറഞ്ഞതാണ്, അന്നത് കൊടുത്തില്ല. ഇപ്പൊ അത് 3,000 കൊടുക്കാന്ന് പറഞ്ഞു. ഔട്ടർ റിംഗ് റോഡ് വന്ന് അതിന്റെ ചുറ്റും ഈ പോർട്ടിന്റെ ഡെവലപ്മെന്റ് ഉണ്ടായില്ലെങ്കിൽ തമിഴ്നാട് കാത്തിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് തിരുനെൽവേലിയിൽ സ്ഥലം ഏറ്റെടുത്തിട്ട് അത് അങ്ങോട്ട് പോവും. അത് ഈ ഔട്ടർ റിംഗ് റോഡും റെയിൽ കണക്ടിവിറ്റിയും ഉറപ്പായി വിഴിഞ്ഞത്തുണ്ടാകണം. എല്ലാ സ്ഥലങ്ങളിലും. അതാണ് ഗവൺമെന്റിന്റെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവൺമെന്റ് ഈസ് നോട്ട് റണ്ണിംഗ് ദ ബിസിനസ്. ഗവൺമെന്റ് വിൽ ബി എ ഫെസിലിറ്റേറ്റർ. അതാണ് ഗവൺമെന്റ് ജോലിയല്ല ബിസിനസ് ചെയ്യുന്നത്. ഗവൺമെന്റ് ഫെസിലിറ്റേറ്റർ ആയിരിക്കും, ഗവൺമെന്റ് അതിനകത്ത് പാർട്ടി ആയിരിക്കും. ഗവൺമെന്റ് എന്ത് ഇൻവെസ്റ്റ് ചെയ്താലും വിത്തിൻ 3 to 5 years അത് തിരിച്ചും കിട്ടിയിരിക്കും.